അപ്പൊ എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാരും ഒന്ന് ഇവിടെ കൂടിയിരിക്കണത് നമ്മളെ വസന്തങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ടൂർ പോക്ക് ചർച്ച ചെയ്യാനാണ്. അപ്പൊ തന്ത വരുന്നുണ്ടല്ലോ. കോയാക്ക വേഗം വരും, വേഗം വരും. തുടങ്ങിയോ? ഞാൻ കുറച്ചു നേരം വെക്കി, കുറച്ച് പണി ഉണ്ടായിരുന്നു വരെയും കൂടിയിലും. തുടങ്ങിക്കോ. കാക്ക കുറച്ച് നേരം വൈകില്ലേ? കുറച്ച് നേരം വൈകി എന്താ ചെയ്യണത്? തുടങ്ങിക്കോ പാത്തുമ്മാച്ചി. അപ്പൊ കോയാക്ക, മൈമുന, മാളു, ഇപ്രാവശ്യത്തെ നമ്മൾ ടൂർ പോക്കിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കണത്. ഇപ്രാവശ്യം നമ്മൾ ടൂർ പോണത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടേക്ക് പറ്റൂല. കോഴിക്കോട്ടേക്ക് കഴിഞ്ഞ ആഴ്ച ഞാനും ചെക്കും പോയതാ. അതിന് മാളു അന്റെ എക്കാന്റെ ഒപ്പം പോണ മാതിരിയാണോ നമ്മള് പോകുമ്പോ? ഇത് വേറൊരു രസാക്കരം. ഇത് പോരെ? എന്നാ പോവാ. എടി നല്ല രസക്കാരിച്ച് പോരെ. മോളോ ഇജ്ജ് പോന്നോ? ഞമ്മളപ്പല്ലേ പോണത്. നല്ല വൈബായിട്ട് പോകാം നമ്മക്ക്, അല്ലേ മൈമുന? പാത്തുമ്മ, പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഈ തന്തണ്ടല്ലോ ഇപ്പൊ തന്നെ ഇങ്ങനെ ഇളകിയോണ്ടാണ്. ഇയാളെയും കൊണ്ടൊക്കെ ടൂർ പോയി കഴിഞ്ഞാലേ എല്ലാ പെണ്ണുങ്ങളും നോക്കേണ്ടി വരും. മൈമുന ഒരുമാതിരി ചറ്റ വർത്താനം പറയണു. ഇച്ചൊക്കെ അന്റെ പ്രായത്തിലില്ലേ? എന്റെ പ്രായത്തിലില്ലേ? അന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണുങ്ങളുണ്ട്. ആയിരിക്കും മനസ്സിലായി എന്റെ പ്രായത്തിലെ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ടൂർ ഫിക്സ് ആക്കാണ്. നമ്മള് പോണത് കോഴിക്കോട്. കോഴിക്കോട്ടേക്ക് അത്ര ബീച്ചിൽ കൂടി താന്താനും ഞാൻ ഇപ്പൊ കോലിയുടെ പേരുണ്ടാവും. അടങ്ങി നിന്നോട്ടോ അന്തേ. പൊന്നാറിന്റെ കോയാക്ക, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഈ പെണ്ണുങ്ങളെ കാണുമ്പോ കളകളാന്നൊരു ഇത്? അവിടെ മുണ്ടാതെ ഒത്തിരിക്കും. സോറി പാത്തുമ്മ, നമ്മളിവിടുന്ന് ടൂറൊന്ന് പോകല്ല കരുതിട്ടേ കുറച്ചൊന്ന് ഉത്സാഹിച്ചു. തെറ്റി നമ്മളെ ഭാഗത്താ. സോറി മൈമുന, തുടങ്ങിക്കടി. ഞാൻ പറയുന്നേന്ന്, നിങ്ങളൊന്നും മുണ്ടാതെ കുത്തിരിക്കും. അപ്പൊ നമ്മള് കോഴിക്കോട്ടേക്കാണ് ടൂർ പോണത്. ടൂർ പോകാന് ഒരാൾക്ക് 2800 റുപ്യ. 2800 റുപ്യ? പാത്തുമ്മ, കമ്മീസ് ഒഴിവാക്കിട്ട് പറ. കമ്മീഷനോ? ഞാനൊരു കമ്മീഷൻ ഉതിയിലെടുത്തിട്ടില്ല. ചിപ്പങ്ങളെ കമ്മീഷൻ കിട്ടിയിട്ട് പാടല്ലോ. മമ്പറത്തെ തങ്ങളെ മൈമൂന, ഇതൊന്ന് കേക്ക്. ഞാനും എന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ആഴ്ച പോയത് 800 രൂപയൊക്കെ പെട്രോൾ അടിച്ചിട്ടാ. ഇപ്പൊ ഞമ്മൾ പറ്റിച്ചാണ്. പറ്റിക്കാണെന്ന് എനിക്കും അറിയേ. അല്ല പിന്നെ ഈ 2800 റുപ്യക്ക് ഓളത് എങ്ങട്ടാ കൊണ്ടുപോണത്? അമേരിക്കക്കോ? മൈമുന, അജ് ഇങ്ങനെ കൊതറല്ലേ? ചെലപ്പോ പൈസ ഒക്കെ ഉണ്ടാവും. ചെറിയ ആളോള് കൊണ്ടുപോണതല്ലേ? അല്ല എന്റെ താന്തേ, 2800 റുപ്യക്ക് നിങ്ങൾ പോവോ കോഴിക്കോട്ടേക്ക്? ഞാൻ പോകും. എന്താ നിങ്ങളൊക്കെ പാടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലായി. നിങ്ങൾക്ക് ഞങ്ങളപ്പം പോരാല്ലേ എന്റെ ആ ഒരു ഇളക്കോതും. ഇതിനൊരു തീരുമാനമാക്കിക്കോട്ടെ. ഇത് പറ, 2800 റുപ്യ ആർക്കുണ്ട്? ഇല്ലോല് കജ്ജോക്കി. ഞാനില്ല 2800 രൂപയ്ക്കൊന്നും ഞാനില്ല. ഞാനല്ലട്ടോ പാത്തുമ്മ 2800 റുപ്യക്കൊന്നും. ഇജ്ജ് വേണമെങ്കിൽ രണ്ടാളെയും കൊണ്ടേക്കോ. ഞാനൊന്നുമില്ല ഈ 2800 രൂപയ്ക്ക് ടൂർ പോവാന്. എന്ത് ചെറ്റാർത്താനെ ജി പറയണേ? ഒന്നും മുണ്ടാതെ ഒത്തിരിക്കുക അവിടെ. ഈ 2800 റുപ്യൊക്കെ നിങ്ങളെ ഞാനേ കടല് കാണാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കടലിപ്പോ എന്താ പാത്തുമ്മ, ഞങ്ങൾക്ക് 150 റുപ്യ പോയ ഞങ്ങൾക്ക് കാണാലോ. ഇജിപ്പോ ഈ 2800 റുപ്യ എടുത്ത് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെയല്ല പാത്തുമ്മ പറയുന്നത്. കടലിലോ പാത്തുമ്മ ഞമ്മക്കോ കവലില്ലെങ്കിലും 2800 റുപ്യാണ്. കുഴപ്പമില്ലെങ്കിലോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. സീറ്റ് ഉണ്ട്. ഞാൻ വിറ്റ് പൈസ ഉണ്ടാക്കും. അങ്ങോട്ട് ഒട്ടാൻ വന്നിട്ട് നിങ്ങൾ ഇനി ഇതിന്റെ കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ലാസ്റ്റ് ഞാന് 2800 റുപ്യന്ന് 2500 റുപ്യ ആക്കാം. ഇനി ആരൊക്കെ ഉണ്ട്? അത് ശരി. ഇപ്പൊ കണ്ടില്ലേ 300 റുപ്യോളം കുറച്ചു. ഓളെ കമ്മീഷന്റെ പൈസയാണതേ. പാത്തുമ്മ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 500 റുപ്യാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും പോരും. അനക്ക് അതിന് പറ്റൂ? 500 റുപ്യൊന്നും പറ്റൂല. ഈ പൈസ ഇട്ടാലോളിന്റെ പേരും കൂടി നന്നാക്കാൻ പറ്റുക. അത് കണ്ടില്ലേ, ഓള് പേരയും കൂടി നന്നാക്കാനാണ് നമ്മളെ ടൂർ കൊണ്ടുപോണത്. നിങ്ങളെ ഞാനല്ലോ തന്തേ. ഇന്റെ പേരും കൂടി നന്നാക്കാല്ലോ ഒന്നല്ല. അത് ഞാൻ ഇന്റെ തൊള്ളിന്ന് അറിയാതെ വന്നതാ. നമുക്ക് ലാസ്റ്റ് 1000 റുപ്യക്ക് നമുക്ക് ടൂർ പോകാം. ആരൊക്കെ ഉണ്ട്? 1000 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോരാ. ലാസ്റ്റ് 1000 നമുക്ക് എല്ലാവർക്കും പോകാം. നിങ്ങളോട് ഞാൻ അടങ്ങി നിക്കാൻ പറഞ്ഞു. അതിന് ചുന്താനൊന്നും നിക്കണ്ട കേട്ടോ. പാത്തുമ്മ പറഞ്ഞോ. അപ്പൊ 1000 റുപ്യൊക്കെ എല്ലാരും ഓക്കെ അല്ലേ? മാളു ഒജ്ജ് ഓക്കെ അല്ലേ? 1000 രൂപയൊക്കെ ഞാൻ ഓക്കെ ഒന്നല്ല, എന്നാലും നിങ്ങളൊക്കെ അല്ലേ എന്നേ പോരാ. മാളു ഓക്കെയാണ്. അപ്പൊ എല്ലാരും ഓക്കെ അല്ലേ? മാളോ ഇതൊരു പേടിയും പേടിച്ചണ്ട. കാക്കൊക്കെ ഒപ്പം പോരുന്നില്ലേ? അതാണ് പേടി. അപ്പൊ എല്ലാരും ഓക്കെ അല്ലേ? എന്നാ പിന്നെ പാത്തുമ്മ മുട്ടാലോ പെരി കുട്ടാലോ. അവിടെ റബ്ബർ വെട്ടാൻ ആൾക്കാർ വന്നിക്കോളൂ. ഞാൻ അവിടെ നിന്നാണ് മണ്ടിയതാ. അപ്പൊ നമ്മളിത് പിരിച്ചുവിടാണ്. അപ്പൊ നമ്മൾ പോണ തീയതി
12-ാം തീയതി രാവിലെ 5 മണിക്ക് ഇവിടുന്ന് നമ്മള് പോണം. അപ്പൊ എല്ലാരും പിരിഞ്ഞു പോയിക്കോളി. അപ്പൊ ഞങ്ങട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പാത്തിമ. 12-ാം തീയതി അങ്ങോട്ട് പോവാ. അല്ല 12-ാം തീയതി അല്ലേ ഇബ്രാഹിമിന്റെ പെണ്ണിന്റെ കല്യാണം? അതൊക്കെ എന്ന് കഴിഞ്ഞു തന്തേ? അത് കഴിഞ്ഞോ? ആ അത് ഏത് 12-ാം തീയതി ആയിരുന്നു? അത് കഴിഞ്ഞ മാസം 12-ാം തീയതി. അല്ല ചോറ് പോയില്ലപ്പ ഇല്ല. നിങ്ങളതിന് വിളിക്കണ്ടേ? അന്ന് കണ്ട പെണ്ണുങ്ങളെ തൊള്ളേക്ക് നോക്കിന്നാലേ എങ്ങനെ? അതൊക്കെ ഓരോരുത്തര് വേറെ എന്നോല്ല പറയുന്നതാണ്. ഞാൻ നോക്കലൊന്നുമില്ല പെണ്ണുങ്ങളെ. ആയിക്കോട്ടെ എന്നാലേ ശരി ശരി പാത്തുമ്മ. പോക ആ. പോന്നോ. അല്ല മൈമുന മാളെന്താ പോരാത്തു? മാളെന്താ പോരാത്തന്നല്ലേ നിങ്ങളോട് പോയി ചോദിച്ചു നോക്കി. മാപ്പിളക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പണിയൊക്കെ ഉണ്ടോ? നിങ്ങക്ക് ഇപ്പൊ എന്തൊക്കെ അറിയണ്ടേ? അല്ല ഒന്നുമില്ല ചോദിച്ചു. ആ. അല്ല നമ്മളെ റബ്ബറിന്റെ അവിടെ പണിക്ക് ഒരാളെ വേണം. വേണമെങ്കിൽ ഇജ്ജ് വന്നോ. സൂക്കടയ്ക്ക് മനസ്സിലായി. സുഖേടല്ല അനക്കൊരു ഇതുമാകുമല്ലോ. അല്ല തന്റെ എന്താ പ്രശ്നം? ഇപ്പൊ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. അവിടെ വളപ്പിലേ ആ ബംഗാളി ചെക്കന്മാരെ വിളിച്ചണം. അല്ലെങ്കിൽ അന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ അനക്ക് തരാലോ. അത് കരുതിയിട്ടാണ്. അല്ലാതെ വേണ്ടാത്ത ഒന്നും കരുതണ്ട. ശരി വേണ്ട ഒക്കെ വേണ്ടെന്ന്. ഈ മാപ്പിളിനോട് എനിക്ക് അങ്ങോട്ടൊക്കെ വരാൻ പറയും. നിങ്ങളെ ഞാനൊന്ന് തന്തേനെ ഞാൻ തല്ലല്ലേ?